ജിമ്മി, അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് വരിക സ്വർണ്ണമോഷണ കേസിൽ എന്നുള്ളത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു. ജിമ്മി, ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് കോടതിയുടെ വിധികൾ ഓരോ ദിവസം പുറത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച, കൃത്യമായ നടപടി, അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രി, ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, രണ്ട് കേസുകളെടുത്തു, 2 FIRകൾ. അതിൽ രണ്ടാമത്തെ FIRൽ 8ാം പ്രതി എൻറ്റയർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ 1950 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിരുന്നത്. ഒരു ദേവസ്വം ബോർഡിനെ മുഴുവൻ FIRൽ പ്രതി ചേർക്കുന്ന ആദ്യത്തെ സംഭവമായിരിക്കണം ഇത്. ആണ് ആദ്യമായിട്ടാണ്. ഇത്രയും വലിയ കൃത്യവിലോപം നടന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കണമല്ലോ ഒരു സർക്കാർ സംവിധാനത്തിലുള്ള പോലീസ് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചടി ആയേക്കാവുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. അത് എന്തായാലും ശ്ലാഘനീയമാണ് പോലീസ് ചെയ്തത്. അതോ ഇനി മറ്റ് വഴികളില്ലാത്തതുകൊണ്ടാണോ? അതിന് പറയാനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ പുറത്തുവിട്ട ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ട്, ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഈ റിപ്പോർട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രതിയായിരിക്കുന്ന 2ാമത്തെ കേസിലാണ്. ആ 2ാമത്തെ കേസെന്ന് പറയുന്നത് ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടിളപ്പാളി ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയി സംബന്ധിച്ച ഗുരുതരമായ കുഴപ്പങ്ങളെക്കുറിച്ച് 2ാമത്തെ കേസാണ്. അതിനകത്ത് വിജിലൻസിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ആ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ, ഹൈക്കോടതി ആ ഓർഡർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്, വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നെ വന്ന് കണ്ടു, എന്നോട് പറഞ്ഞതനുസരിച്ച് ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൂശിയതിലും വളരെ ഗുരുതരമായ ചില കുഴപ്പങ്ങൾ കണ്ടെത്തി എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്നാണ്. അത് മാത്രമേ അറിയൂ. ആ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡിനെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡിനെ തന്നെ പ്രതിയാക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു പഴുതിനും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം കൂടി താങ്ങാൻ പറ്റില്ല. കോടതി അത് എല്ലാ 10 ദിവസം കൂടുമ്പോഴും ഞങ്ങളെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പഴുതുമില്ലാതെ ഇതുമായി ബന്ധമുള്ള എല്ലാവരെയും കേസിൽ പ്രതിയാക്കിക്കൊണ്ടാണ് 2ാമത്തെ FIR സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം, ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തത് ആദ്യത്തെ വിജിലൻസ് റിപ്പോർട്ടാണ്. അതായത് ദ്വാരപാലക പീഠത്തിലെ വീഴ്ചകളെക്കുറിച്ചാണ്. അതിനകത്ത് എങ്ങനെയാണ് വിശദമായി ഈ തട്ടിപ്പ് നടന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശദമായി വാർത്തകൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് വന്നത്. അതിനകത്ത് എന്താണ് പറയുന്നത്? ഓരോരോ കാര്യങ്ങളിലും എങ്ങനെയാണ് 42 കിലോയുള്ള ദ്വാരപാലക ശില്പപാളികൾ, അത് 39 ദിവസം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് പുറപ്പെട്ട 39 ദിവസം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 38 കിലോയായി മാറി. ഈ 38 കിലോയായി മാറി എന്നുള്ളത് രേഖപ്പെടുത്തിയത് ചെന്നൈയിലെ കമ്പനിയിലെത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ കണക്കറിയില്ല എന്നാണ് കോടതി ചോദിക്കുന്നത്. 42 കിലോ എന്ന് പറയുന്നത് നിങ്ങൾ തൂക്കിവിട്ട സാധനം 39 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തന്നെ ശബരിമല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈ ഓഫീസിൽ തൂക്കി നോക്കുമ്പോൾ 38 കിലോയേ ഉള്ളൂ. 4 കിലോയുടെ കുറവാണ്. എന്ന് മാത്രമല്ല, ഇത് സ്വർണം പൂശിയ ചെമ്പുപാളികളല്ല, വെറും ചെമ്പുപാളികളാണെന്ന് എഴുതാൻ വളരെ വല്ലാത്തൊരു ധൃതി മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഓരോ ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് ഇതിനകത്ത് ഭാഗഭാക്കാക്കിയതെന്ന് വിജിലൻസ് റിപ്പോർട്ട് വിശദമായി പറയുന്നുണ്ട്, അക്കമിട്ട് പറയുന്നുണ്ട്. അതായത് ഈ രേഖകൾ തുടങ്ങുമ്പോൾ ഇത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ തന്നെയാണ്. പക്ഷേ അടുത്ത ഉദ്യോഗസ്ഥന് കയ്യിലെത്തുമ്പോൾ അത് വെറും ചെമ്പുപാളിയാകുന്നു. അവിടെ നിന്ന് അടുത്ത ഉദ്യോഗസ്ഥൻ വീണ്ടും ചെമ്പുപാളി എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളും തീർക്കാൻ ഏർപ്പാടാക്കുന്നു. ഇതിൻ്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അടുത്ത ഉദ്യോഗസ്ഥർ അത് എഴുതുമ്പോൾ ഇളക്കി മാറ്റി സ്വന്തമായി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പുതിയൊരു കടലാസ് ഉണ്ടാകുന്നു. ഇങ്ങനെ പേപ്പർ ട്രെയിൽ നോക്കിയാൽ മുഴുവൻ അബദ്ധമാണ്. അടിസ്ഥാനപരമായി നിങ്ങൾ ഇവിടുന്ന് അയച്ച സാധനം അവിടെ എത്തുമ്പോൾ നിങ്ങളവിടെ കാണാൻ പോയതല്ലല്ലോ. എന്തിനാണ് ചെന്നൈ വരെ പോയി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ പോയി നിന്ന് തൂക്കിയത്? അത് കാര്യങ്ങൾ ശരിയാണോ ഒന്നുകൂടെ ഉറപ്പുവരുത്താനല്ലേ. അവിടെ വെച്ച് തന്നെ മനസ്സിലാകുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ വസ്തുതാപരമായും രേഖകൾ പ്രകാരവും വലിയ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം വിജിലൻസ് റിപ്പോർട്ട് വിശദമായി പറയുന്നുണ്ട്. എന്നിട്ട് വിജിലൻസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതൊന്നും ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നെന്ന വസ്തുത ഗൗരവകരമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്ത് കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 വീഴ്ചയാണ്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പോറ്റി 1-ാം പ്രതിയാണ്, പക്ഷേ അതിൽ ദേവസ്വം ബോർഡ് പ്രതിയല്ല. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. അതോ ഇനി ഇതിലും ഗൗരവമായ ദേവസ്വം ബോർഡിൻ്റെ പങ്കാണോ രണ്ടാമത്തെ വിജിലൻസ് റിപ്പോർട്ടുള്ളത്? ഇതിലും ഗൗരവം എന്ന് പറഞ്ഞാൽ എന്താ? ദേവസ്വം ബോർഡ് കട്ടു എന്നാണോ ഇനി എഴുതി വെക്കേണ്ടത്? അതിനപ്പുറമുള്ള എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ടിട്ട് പോകാനാവില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കാലത്ത് തന്നെയല്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മകന് അതിനകത്തിരുന്ന ശബരിമലയിലെ ശ്രീകോവിലകത്തിരുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൂശാനുള്ള ഒരു ചെറിയ ജോലി കൊടുത്തത് എന്ന വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ചോദിക്കുന്നു അതെങ്ങനെയാണ്? അതൊരു ചെറിയ ജോലിയാണ്, അവിടെ വെച്ചാണ് ചെയ്യാൻ, അതിനെനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിക്കുന്നു. അപ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെക്കെല്ലാം ഓരോരോ വർക്കുകൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുക എന്ന ചോദ്യവുമുണ്ട്. ഇനി ഈ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു 2-3 പേജ് ഇതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു രൂപ പോലും സ്ഥിര വരുമാനമില്ലാത്ത മനുഷ്യനാണ്. ഈ 2019 മുതൽ 2021 കാലത്തിനിടയ്ക്ക് കുറച്ച് പണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ബൾക്കായി 10 ലക്ഷം രൂപയുടെ ബൾക്കായി വന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇയാൾ ആരാണ്? എന്നിട്ട് വിജിലൻസ് പറയുന്നു തീർച്ചയായിട്ടും ഈ വർക്കുകൾ പിടിച്ച് സ്പോൺസറായി ശബരിമലയിലെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതും പരിശോധിക്കാൻ പോവുകയാണ്, പരിശോധിക്കണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, എങ്ങനെയാണ് ഇനി ഇതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കും അറിയാത്തതല്ലല്ലോ. ശബരിമലയിൽ 2007-2008 കാലത്ത് അവിടെ ഒരു മേൽശാന്തിയുടെ പരികർമ്മിയായി അവിടെ എത്തുന്നു. 2-3 വർഷം അവിടെ ഉണ്ടാകുന്നു. ചില പ്രശ്നങ്ങൾ മൂലം, അത്രേ എനിക്കിപ്പോൾ അറിയൂ, തെളിവില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പറഞ്ഞു കേൾക്കുന്ന മറ്റു പലതുമാണ്. എന്തായാലും അദ്ദേഹത്തിന് അവിടുന്ന് അത് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം 1-2 വർഷം കഴിയുമ്പോൾ 2016 മുമ്പേ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും അവിടെ എത്തുന്നു. അതിനുശേഷം 2-3 വർഷം കഴിയുമ്പോൾ സ്പോൺസറായി മാറുകയാണ്. ആരാണ് സ്പോൺസർ? പണമുള്ളയാൾ, ഇപ്പോൾ വിജയമല്ലിയോ അങ്ങനെയുള്ള കുമരൻ സിൽക്സോ അങ്ങനെയുള്ള ആളുകൾ ഒന്നും സ്പോൺസർ ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഇവിടെ മേൽശാന്തിയുടെ സ്റ്റെപ്പിനെയായിട്ട് എർത്തായിട്ട് കൂടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 4 വർഷം കഴിഞ്ഞ് ഞാനാണ് സ്പോൺസർ എന്ന് പറയുമ്പോൾ താൻ ആരുവാ എന്ന് ചോദിക്കാനുള്ള ഒരു അതൊരു ബേസിക് ലോജിക്കല്ലേ? അത് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, എന്തിനും ഏതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതായി മാറി ശബരിമലയിലെ മുദ്രാവാക്യം. എന്തിനും ഏതിനും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുക. നിങ്ങൾക്ക് പൂജ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വഴിപാട് കഴിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അന്നദാനം നടത്തണമെങ്കിൽ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ശബരിമലയിലെ ഓരോരോ കാര്യങ്ങൾക്കും അറ്റകുറ്റപ്പണി വേണമെന്നും അത് ഞാൻ ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞത്. അത് നമുക്കറിയാവുന്ന പോലെ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലല്ല തുടങ്ങുന്നത്. അതിന് തൊട്ട് 3 മാസം മുമ്പ് സ്വർണത്തിൻ്റെ കട്ടിളപ്പാളിയിലും അല്ല തുടങ്ങുന്നത്. അതിനു മുമ്പ് ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ വാതിൽ തന്നെ ഇളക്കിയെടുത്തു. അത് എലി കയറുന്നു, അത് പ്രശ്നമാണ്, അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു തരാം എന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2018 ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ഈ വാതിലും കൊണ്ടുപോകുന്നു. ഈ വാതിലിലും സ്വർണം പൂശി നടക്കുന്നു. അത് ഗോവർദ്ധൻ എന്ന ആളാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത് പറയുന്നു കട്ടിളപ്പാളിയിൽ പ്രശ്നമുണ്ട്, അതും ഞാൻ ശരിയാക്കി തരാം, ഓഹോ കൊണ്ടുവയ്ക്കുള്ളൂ, അതും കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നു ദ്വാരപാലക ശില്പങ്ങൾ കുഴപ്പമുണ്ട്, അതും ഞാൻ ചെയ്തു തരാം. ചോദ്യം ഇതാണ് സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ശബരിമലയിൽ ഒരു അവിടുത്തെ ഒരു കീഴ് ജോലി ജീവനക്കാരനായി നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം വന്ന് ഞാൻ പോയി ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഇയാൾ പണം പിരിച്ചാണ്, ആളുകളിൽ നിന്ന് പണം പിരിച്ചാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ? ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തോ അല്ല, കേരളത്തിൻ്റെ അഭിമാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിലാണ് ഈ പരിപാടി നടന്നത്. നമുക്കെന്തിനാണ് വിജിലൻസ് സംവിധാനം, നമുക്കെന്തിനാണ് പോലീസ്, നമുക്കെന്തിനാണ് ഇൻ്റലിജൻസ്? ഇത്തരം കാര്യങ്ങളിലെല്ലാം പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കണ്ണും കാതുകളും എത്തേണ്ടതല്ലേ? ഇങ്ങനെ ഒരാൾ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ശബരിമലയിൽ കറങ്ങി നടക്കുന്ന പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സിലാവും? അല്ല, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. 42 കിലോ 38 കിലോയായി മദ്രാസിൽ എത്തിയിട്ട് മനസ്സിലാകാത്ത മനുഷ്യരാണ്. ഇതും മനസ്സിലായില്ല. ഇവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഗുരുതരമായ വീഴ്ച കിടക്കുന്നത്. ഇന്നലെ ദേവസ്വം മന്ത്രി VN വാസവൻ ശബരിമലയിൽ സർക്കാരിൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ദേശാഭിമാനിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, വ്യാജ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെ ഞങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ? അങ്ങനെ ഒരു പദവി ശബരിമലയിലുണ്ടോ? ഞാൻ പരിശോധിച്ചു. 2025 വരെ അങ്ങനെ ഒരു പദവിയേ ഇല്ല ഔദ്യോഗികമായി. ഇപ്പോഴുണ്ട്. ഇപ്പോഴത് ദേവസ്വം PROയ്ക്കാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ ഇത്രയും കാലം ശബരിമലയിലെ സ്പോൺസർഷിപ്പുകൾ മുഴുവൻ
PRO സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് നമുക്ക് മനസ്സിലാവുകയാണ്. പല കാലത്ത് പല വേഷത്തിൽ പല ആളുകൾ അവിടെ ശബരിമലയിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു പോറ്റി. അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി ആരെങ്കിലും ഒരാൾ മാറിയാൽ അയാൾക്ക് ശബരിമലയിൽ വരുന്ന ആളുകളെ സമീപിക്കാം, അവരിൽ നിന്ന് പണം പിരിക്കാം, സ്വന്തം റിസ്കിലും സ്വന്തം ഉത്തരവാദിത്തത്തിലും ഈ സാധനങ്ങൾ ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോകാം, എന്ത് ജോലിയും ചെയ്യാം, അത് എവിടെ വേണമെങ്കിലും കറക്കിക്കൊണ്ട് പോകാം, എന്നിട്ട് തിരിച്ചിവിടെ കൊണ്ട് വെക്കുകയും ചെയ്യാം. എന്ന് മാത്രമല്ല ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ, അതാണ് ഇപ്പോൾ വിളിക്കേണ്ട പേര്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ദ്വാരപാലക ശില്പങ്ങൾ അങ്ങ് ചെന്നൈ മുതൽ ബാംഗ്ലൂരിൽ പോയി പിന്നെ ആന്ധ്ര വരെ പോയി കറങ്ങിത്തിരിഞ്ഞ് കോട്ടയത്തെത്തുമ്പോൾ ആ പര്യടനത്തിൽ കോട്ടയത്ത് സാക്ഷിയായത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, പത്മകുമാറാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇവിടെയാണ് വിഷയം. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു സംശയം, ഇപ്പോൾ 8-9 ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫ്രോഡ് നടന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ സാധ്യത കുറവാണ്, അബദ്ധങ്ങളെ പറ്റിയതായിരിക്കും. പക്ഷേ അബദ്ധങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും തുറന്നിടുന്ന ഒരു കണക്കും ഒരു വ്യവസ്ഥയും ഒരു സംവിധാനവുമില്ലാത്ത സിസ്റ്റമിക് ഫെയിലിയർ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു സിസ്റ്റമിക് ഫെയിലിയർ, വ്യവസ്ഥയുടെ തകർച്ച ശബരിമലയിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥ തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന പേരിലും ഇല്ലാത്ത പേരിലുമൊക്കെ ആളുകൾക്ക് എത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന 2006-ലും 2008-ലും 2010-ലുമൊക്കെ അതിലെ നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുക സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററാണ്, നിങ്ങൾ വേറെ ആളുകളിൽ നിന്ന് ഈ പണം സ്വരൂപിക്കുന്നതാണ്, ഇതെല്ലാം അറിയാം. എന്നിട്ട് ഒരു തരത്തിലുള്ള വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ അയാളെ എല്ലാ പണിയും ഏൽപ്പിക്കുകയാണ്. എന്തിനും ഏതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ വരി മതി അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയെ തുറന്നു കാട്ടാൻ. ഇനി അതിനുശേഷം അത് കഴിഞ്ഞു വന്ന ദേവസ്വം ബോർഡുകളും ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാത്തതല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആർക്കും ഒരു നടപടിയും എടുക്കാൻ തോന്നിയില്ല. അബദ്ധത്തിന് ഹൈക്കോടതി ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഈ വിഷയമെടുത്ത് അലക്കിയപ്പോഴാണ് അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ്. ഓരോ വാർത്ത വരുമ്പോഴും നമ്മുടെ ദേവസ്വം ബോർഡ് സംവിധാനവും സർക്കാരുമൊക്കെ ഞെട്ടുകയാണ്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരാൾ സകല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വിഷയം ശബരിമലയിൽ എല്ലാവർക്കും സ്വന്തമായി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആളുകളെ വേണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടേക്ക് ഇരിക്കുന്നത് നല്ലതാണ്. ഇത് ചിലപ്പോൾ അവിടെയുള്ള ആൾക്ക് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്കും ഭക്തർക്കും ഒക്കെ ഇപ്പോൾ ഒരാളെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കുമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചതിൻ്റെ പ്രശ്നമാണ്. ശബരിമലയിൽ നടക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ലൂട്ട് ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇതൊരു സിസ്റ്റമിക് ഫെയിലിയറാണ്. ഉദ്യോഗസ്ഥരാരും അവരുടെ പണി ചെയ്യാത്ത ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിൽ ഉണ്ണികൃഷ്ണനെ പോറ്റിക്ക് മുമ്പും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷവും ആളുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ സംവിധാനം വളം വെച്ച് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അതിലെങ്കിലും ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തെ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ ഏറ്റവും നിശിതമായി കുറ്റപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിൽ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കാത്തത് എന്ന സംശയവും എനിക്കുണ്ട്. അത് വളരെ വലിയൊരു സംശയമാണ്. ഇതിൽ വലിയൊരു കുറ്റം ദേവസ്വം ബോർഡ് ചെയ്തു എന്ന് പറയാൻ ഏതെങ്കിലും റിപ്പോർട്ടിൽ പ്രഥമ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ദേവസ്വം ബോർഡ് 1-ാം FIR-ലും 2-ാം FIR-ലും പ്രതിയാക്കേണ്ടതായിരുന്നു, അതായിട്ടില്ല. Meet the editors.